എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കണ്ടൊരു വീഡിയോ റിയാക്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ റിയാക്ട് ചെയ്യുന്ന ആളുടെ പേര് ചിയേഴ്സ്. മറ്റേ വിത്ത് പാകാനിടണേ. നമ്മളുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. നിങ്ങൾ കുറച്ച് പേരത് കണ്ടു. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി പറയുകയാണ്. ഇതൊരു പുതിയ ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയും എനിക്ക് ആവശ്യമാണ്. നമ്മുടെ വീഡിയോ കാണുന്നതിൽ 97% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ചേതമില്ലാത്ത ഉപകാരം ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ ആദ്യം പറഞ്ഞ ഇൻട്രോ ഒരു കുന്തോ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി. അതിന് കാരണം ഞാൻ പൊതുവേ ഈ ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാനൊരു ഡിസ്ക്ലൈമർ ഇടും. ഇത് ഞാൻ ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ ഒന്നും അല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമല്ല ഇന്ന് യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു കുട്ടി, നമ്മുടെ വിജയ മച്ചാൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ക്യൂട്ട് കുട്ടി, ആ കുട്ടിയുടെ ഹസ്ബൻഡിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോഴത്തേനും എനിക്ക് ആ വീഡിയോ വളരെ അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ആ വീഡിയോയിൽ ആ കുട്ടി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കണ്ടിട്ടുണ്ടിട്ടോ, വന്നിട്ടുണ്ടിട്ടോ, പോയിട്ടുണ്ടിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഉണ്ടിട്ടോ ഗേൾ എന്ന ആ പെൺകുട്ടിയെ നമുക്ക് അതിസംബോധന ചെയ്യാം. അതിന് കാരണം ഞാൻ ഏതൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്ക് അവരുടെ പ്രൊമോഷൻസിന് വേണ്ടി ഒരു മെയിൽ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതിലോ ഇൻസ്റ്റാഗ്രാമിലോ ഞാൻ അവർക്കൊരു മെസ്സേജ് അയക്കും. ഞാൻ ഇങ്ങനെ നിങ്ങളെ റിയാക്ട് ചെയ്യുകയാണ്, നിങ്ങൾക്ക് വ്യക്തിപരമായ മുറിവേൽപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം, ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് എന്ന് പറഞ്ഞ് ഞാൻ അവർക്കൊരു മെയിൽ അയക്കും. ഇത് ഞാനിങ്ങനെ മോശമായിട്ട് ഉള്ള രീതിയിൽ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേനും ഞാൻ ഇത്തരത്തിലൊരു മെയിൽ അയക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ഇതിന് മുമ്പത്തെ ഒരു വ്ളോഗിൽ പറയുകയുണ്ടായി, എൻ്റെ പേര്, എൻ്റെ ഫോട്ടോ, എൻ്റെ തംബ്നെയിലുകൾ ഇതൊന്നും യൂസ് ചെയ്യരുത്, എൻ്റെ ഇത് പെർമിഷൻ എടുക്കാതെയാണ്. ആ കുട്ടിയുടെ പെർമിഷൻ എടുക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം ആ കുട്ടി പറയുന്നതിൽ മെജോറിറ്റി കാര്യങ്ങളും കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. അതിനാൽ ഞാൻ ആ കുട്ടിയുടെ പേരോ നാളോ ഊരോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഇണ്ടിട്ടോ ഗേൾ എന്ന് നമുക്ക് ആ കുട്ടിയെ പേരിട്ട് വിളിക്കാം. അപ്പോൾ ഈ ഇണ്ടിട്ടോ ഗേൾ ഒരു വീഡിയോ ഇട്ടു. ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന അല്ലാതെ മുമ്പൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ നമ്മുടെ റിയാക്ടർ ഹെലനോസ് പാർട്ടെ പഞ്ഞിക്കിടുന്നത് കണ്ടു. അവർക്ക് ഞാനൊരു റീച്ച് ഉണ്ടാക്കി കൊടുക്കില്ല, 7 ലക്ഷത്തോളം വ്യൂസ് വന്ന എൻ്റെ വീഡിയോ അവരെടുത്ത് റിയാക്ട് ചെയ്തു, അവർക്ക് സ്വന്തമായിട്ട് ഒരു കോണ്ടൻറ്റ് ഇല്ല, എൻ്റെ വ്യൂവിനെ എടുത്ത് അല്ലെങ്കിൽ എൻ്റെ കണ്ടൻറ്റിനെ എടുത്ത് അവർ കണ്ടൻറ്റ് ആക്കുകയാണ്, ഇത് ശരിയല്ല, സ്വന്തമായിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കി ജീവിക്ക്, ഇങ്ങനത്തെ ഉള്ള രീതിയിൽ പറയുന്നത്. അതായത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ എല്ലാം അടച്ചാക്ഷേപിച്ചു. കുഞ്ഞാൾക്കാരല്ല, വലിയ ആൾക്കാരെ, എന്നാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇവരുടെ വീഡിയോ ഇപ്പം ഞാൻ പറഞ്ഞതിന് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാന്ന്, ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം ആരാണ്. അപ്പോൾ ആ ആളുടെ വീഡിയോയിൽ ആളുടെ കുടുംബ പ്രശ്നം, അതായത് കുടുംബത്തിൽ ഹസ്ബൻഡിൻ്റെ ബ്രദേഴ്സും അവരുടെ ഫാമിലിയായിട്ടൊക്കെ ഉള്ള ഇഷ്യൂസും ഇവർ ഡൈവേഴ്സ് ആകുമ്പോൾ എന്നുള്ള കാര്യങ്ങളും പിന്നെ ഇവരുടെ ഫാമിലിയിൽ നടന്ന ഇഷ്യൂസൊക്കെ എക്സ്പോസ് ചെയ്തൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോയ്ക്കാണ് നമ്മുടെ ഹെലൻ ചേച്ചി എടുത്തിട്ട് റിയാക്ട് ചെയ്തത് ഈ ഇണ്ടിട്ടോ ഗേളിന് ഇഷ്ടപ്പെട്ടില്ല. ഇണ്ടിട്ടോ ഗേളിന് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എൻ്റെ ഫാമിലിയിൽ പേഴ്സണലായിട്ട് നടന്ന കാര്യം ഹെലൻ ഓഫ് സ്പാർട്ട് എടുത്ത് റിയാക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, യൂട്യൂബിൽ ഈ ഇണ്ടിട്ടോ ഗേൾ എന്തിനാണ് വീഡിയോ ഇടുന്നത്? ആ ഇണ്ടിട്ടോ ഗേളിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വീഡിയോ ഇടും, എല്ലാവരും അത് കാണണം, പക്ഷേ ആരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, എൻ്റെ കണ്ടൻറ്റ്, എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ എല്ലാവരും കാണുന്ന പോലെ ഇടും. അതിന് 7 ലക്ഷം വ്യൂ ഒന്ന് വീതം 3 നേരം ഘോരം പ്രസംഗിക്കും. പക്ഷേ ഇണ്ടിട്ടോ ഗേളിൻ്റെ നിങ്ങളാരും റിയാക്ട് ചെയ്യാനോ നോക്കാനോ ഒന്നും പാടില്ല. റിയാക്ഷൻ വീഡിയോ ഭയങ്കര മോശമായിട്ടൊരു സാധനമാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ വെച്ച് മുന്നോട്ട് പോകാം. ഞാനും എൻ്റെ സഹോദരനും, വേറെ ആരെയും ഞാൻ വ്യക്തിപരമായി ഹനിക്കുന്നില്ല, ഞാനും എൻ്റെ സഹോദരനും, ഞാൻ എൻ്റെ സഹോദരനെ കത്തിയെടുത്തിട്ട് കുത്തി എന്ന് കരുതുക. കുത്തി എൻ്റെ ഫാമിലിയിൽ നടന്ന പ്രശ്നം നിങ്ങൾ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഇതെൻ്റെ വീട്ടിൽ നടന്ന പ്രശ്നമാണ്, നിങ്ങൾ ഒരാളിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, ഇതെൻ്റെ വീട്ടിൽ നടന്ന പ്രശ്നമാണ് എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ടോ? അല്ല, അതും പോട്ടെ, നമുക്ക് ഈ ഒരു എക്സാമ്പിളിലേക്ക് തന്നെ വരാം. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിരുന്നു. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഞാൻ എൻ്റെ കണ്ടൻറ്റ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കാണാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്.
ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കണ്ടോണം, ആസ്വദിച്ചോണം, ലൈക്ക് ചെയ്തോണം. 7 lakhs വ്യൂസ് വന്നിട്ടുണ്ട്, അത് കണ്ടോണം. എന്നിട്ട് മിണ്ടാണ്ട് പൊക്കോണം. എൻ്റെ വീട്ടിൽ പലതും നടക്കും, എനിക്ക് തോന്നുന്നു പലതും ഇതിനകത്തിടും. അപ്പോൾ ഈ ഇൻഡിറ്റോകളുടെ ഒരു കൺസെപ്റ്റ് ഇതാണ്. അതുമാത്രമല്ല, ഈ ഇൻഡിറ്റോകളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം നല്ലത്. എൻ്റെ ഹസ്ബൻഡും വലിയ കുഴപ്പമില്ല കേട്ടോ, ഹസ്ബൻഡുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ നല്ലത്. ബാക്കി ചുറ്റും നിൽക്കുന്ന എല്ലാവരും ചീത്ത. അവർ ഞങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിച്ചില്ല, അവർ കൊള്ളൂല, അവർക്ക് സാമ്പത്തികം ഉണ്ട്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ട്, ഞങ്ങളെ സഹായിച്ചില്ല, അവർ ശരിയല്ല. അവർ ഡൈവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു, അവർ ശരിയല്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ചീത്ത, ആൾ മാത്രം ദ പെർഫെക്റ്റ്. ആ ഒരു തരത്തിലാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ആളുടെ ജോലി നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ജോലി നഷ്ടപ്പെട്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ആളുടെ ആൾക്കെതിരെ എന്തോ മെയിൽ അയച്ചു. ഇപ്പോൾ ഈ മെയിൽ അയച്ച രീതിയിൽ ഈ പുള്ളിക്കാരി വീഡിയോയിൽ വന്നിട്ട് ഈ പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സിൻ്റെ പേര് എക്സ്പോസ് ചെയ്തു. അപ്പോൾ ഈ ഫ്രണ്ട്സ് പിണങ്ങിയതെന്ന് പറഞ്ഞാൽ അവരുടെ പേര് എക്സ്പോസ് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്യൂസ് ഉണ്ടാകും എന്ന രീതിയിൽ പിണങ്ങി. അതുകൊണ്ട് ആ ഫ്രണ്ട്സിനെ ഈ ഇൻഡിറ്റോകൾ കട്ട് ചെയ്തു. അവരുടെ ആത്മാർത്ഥത ഇല്ലായ്മ ഒക്കെയാണ് പ്രശ്നം. ഇൻഡിറ്റോകളിനെ ആരും റിയാക്ട് ചെയ്യാനും സംസാരിക്കാനൊന്നും പാടില്ല. പക്ഷേ ഇൻഡിറ്റോകൾ കൂട്ടുകാരുടെ പേര് വലിച്ചിടും. ഇൻഡിറ്റോകളിനെ ആരും റിയാക്ട് ചെയ്യരുത്. പക്ഷേ ഇൻഡിറ്റോകളിനെതിരെ വന്ന ആൾക്കാരെല്ലാം ഇൻഡിറ്റോകൾ റിയാക്ട് ചെയ്യും. ഇൻഡിറ്റോകളിനെ എന്ത് പറഞ്ഞാലും ഇൻഡിറ്റോകൾ അങ്ങ് പ്രൊവോക്കാവും. ഇപ്പം മാത്രമല്ല, എപ്പോഴും ഇൻഡിറ്റോകൾ പഠിക്കുന്ന സമയം തൊട്ടേ ബുദ്ധിമുട്ടാണ്, വിഷമമാണ്, വേദനയാണ്, ഒറ്റപ്പെടുത്തലാണ്, പ്രണയിച്ചാണ് കെട്ടിയത്, വേറെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്, ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഇൻഡിറ്റോകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡിറ്റോകളിനോടാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ചോദ്യം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം കാണിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇതിനകത്ത് ഹെലനോസ് പാർട്ട അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, അപ്പോൾ പണി നോക്കാൻ പറയും. പക്ഷേ ഈ ഇൻഡിറ്റോകൾ പറഞ്ഞു എന്ന്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഹെലനോസ് പാർട്ടയോടാണ് എനിക്ക് പറയാനുള്ളത്. ഹെലനോസ് പാർട്ടയുടെ മൈൻഡ് ആയിരിക്കില്ല ഈ ഇൻഡിറ്റോകളിൽ വരുന്നത്. അതിനകത്ത് ഹെലനോസ് പാർട്ട ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ, ഞാൻ ഫാമിലിയെ പറ്റി പറയില്ല, നീയും ഫാമിലിയെക്കുറിച്ച് ചോദിച്ചാൽ പറയരുത് എന്നൊരു കാര്യമാണ് ഹെലനോസ് പാർട്ട പറഞ്ഞത്. അത് തെറ്റ്. അതേസമയം ഈ ഇൻഡിറ്റോകൾ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന സകല വെളിത്തരവും പുറത്തു പറയും. പക്ഷേ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്ത് 7 lakhsോളം വ്യൂസ് എനിക്ക് തരണം. പക്ഷേ ഇൻഡിറ്റോകളിനെ ആരും വിമർശിക്കരുത്. വിമർശിച്ച് കഴിഞ്ഞാൽ ഇൻഡിറ്റോകൾ കേസ് കൊടുക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യം. ഇൻഡിറ്റോകൾ അപ്പോഴേ കൊണ്ട് കേസ് കൊടുക്കും. ഇതാണ് ഒരു പ്രോസസ്സ് വരുന്നത്. ഇത് ശരിക്കും എനിക്ക് പിടികിട്ടിയിട്ടില്ല ഈ സാധനം. പൊതുവേ ഹെലനോസ് പാർട്ട വിമർശിക്കുന്ന അത്യാവശ്യം നല്ല രീതിക്കാണ്. അവർ കുറച്ച് മസാലയൊക്കെ ഇടുമെന്നുണ്ടെങ്കിലും നന്നായിട്ടാണ് വിമർശിക്കുന്നത്. അത്തരത്തിൽ നല്ലൊരു വിമർശനമാണ് ഈ ഹെലനോസ് പാർട്ട ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻഡിറ്റോകളിനെ. അപ്പോൾ നിങ്ങൾ ഈ ഇൻഡിറ്റോകളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാകാത്തവർ ദയവ് ചെയ്ത് ഇൻഡിറ്റോകളിൻ്റെ വീഡിയോ പോയി കാണണം. ഇൻഡിറ്റോകൾ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങളിലും നിൽക്കുകയാണ്. സഹോദരനോ സഹോദരി ആരാണ്ട് അമ്മയെ നോക്കിയതിൻ്റെ ചിലവുകൾ മൊത്തം നിങ്ങൾ എടുത്തോണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മറ്റിപ്പോൾ വേറെ മാറി താമസിക്കുകയാണ്. കൂട്ടുകുടുംബം ഇൻഡിറ്റോകളിന് പറ്റുന്നില്ല. ഇൻഡിറ്റോകൾ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. 4 lakhsോളം സാലറി ഉണ്ട് ഇൻഡിറ്റോകളിന്. അത് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഫുൾ സാമ്പത്തിക പ്രശ്നത്തിലാണ് ഇൻഡിറ്റോകളിന്. ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറ്റുന്നില്ല. അവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയില്ലല്ലോ. എത്ര സാലറി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചിലവുകൾ കാണും. പക്ഷേ ഇൻഡിറ്റോകളിന് ഹസ്ബൻഡിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നത് കോണ്ടിനെൻ്റൽ GT ബൈക്കാണ്. അപ്പോൾ ഇൻഡിറ്റോകളുടെ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ റിയാക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇൻഡിറ്റോകളിനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞത് ഒരു ക്ലൂ ആണ്. ആ ക്ലൂ നിങ്ങൾ പറ്റുന്നവർ ഡീകോഡ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക. ആ ഡീകോഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെലനോസ് പാർട്ടയുടെ വീഡിയോയിൽ ചെന്നിട്ട് കുടുംബജീവിതം എന്നടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇൻഡിറ്റോകൾ ആരാന്ന് മനസ്സിലാവും. അപ്പോൾ അവർ എന്തിടണം എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്, വ്യക്തിപരമായ താല്പര്യമാണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഇട്ടിട്ട് മറ്റാരും ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം പെറുക്കിയിടാൻ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ചോളൂ. നിങ്ങൾ വീഡിയോ എടുത്ത് വീട്ടിൽ തന്നെ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ട് പ്രൈവറ്റായിട്ട് വെച്ചോ. ഇതിനെ പബ്ലിക്കായിട്ട് 7 lakhsോളം ആളുകൾ ഇത് കാണും.
പക്ഷേ ആരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരമുണ്ടില്ല, എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ റിയാക്ട് ചെയ്യുന്നവരെയൊക്കെ വളരെ മോശമായിട്ട് അടച്ചാക്ഷേപിക്കുന്നതാണ്. കണ്ടന്റ് ഇല്ല. ഒരു ന്യൂസ് പോലെ തന്നെയാണ് റിയാക്ഷൻ ചാനലും. രണ്ടും രണ്ട് വേരിയൻ്റ് ആണെന്നുള്ളൂ. ന്യൂസിൽ അവർക്ക് കിട്ടിയ വാർത്ത കൊടുക്കുന്നു. റിയാക്ഷൻ ചാനലിൽ നടന്നൊരു സംഭവത്തെ എടുത്തിട്ട് ഇപ്പം ഞാനാണെങ്കിൽ എൻ്റേതായ കൺസെപ്റ്റ് ഞാൻ പറയുന്നത്, എൻ്റേതായ വ്യൂ പോയിൻ്റ് പറയുന്നു. അത് നിനക്കെന്ത് അവകാശം എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വീഡിയോ ഇടുന്ന അതേ അവകാശം റിയാക്ട് ചെയ്യാൻ എനിക്കുമുണ്ട്. ഞാൻ നിങ്ങളെ മോശമായി പറയുന്നില്ല, നിങ്ങളെ ഹറാസ് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ എനിക്കതുണ്ട്. ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാനുണ്ടായ മെയിൻ സാഹചര്യം നിങ്ങൾ സൈബർ ബുള്ളിങ് നേരിടുന്നു എന്നൊരു സാഹചര്യം ഇത് കണ്ടിട്ടാണ് ഞാൻ ഇത് കണ്ടു തുടങ്ങിയത്. സൈബർ ബുള്ളിങ് കിട്ടുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അങ്ങ് റിയാക്ട് ചെയ്യുന്നവരെ അങ്ങ് ചീത്ത വിളിക്കാനും തുടങ്ങി. ചീത്തല്ല, മോശമായിട്ടല്ല, ചീത്ത വിളിയല്ല, അവരങ്ങ് പറയാൻ തുടങ്ങി വല്ല കണ്ടൻറ് ഉണ്ടാക്കി ജീവിക്കുക അങ്ങനെ ഇങ്ങനെ. ഫാമിലി വ്ലോഗ് ചെയ്യുന്നത് മാത്രമല്ല യൂട്യൂബിൽ കണ്ടൻറ് എന്നുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് തിരിച്ചറിയുക. ഇപ്പം നാളെ എന്നെയും 4 എണ്ണം നല്ലത് പറയും. അപ്പോൾ അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ആകുമ്പോൾ ഞാനത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഈ ഇൻഡിറ്റോകളുടെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ. ഇൻഡിറ്റോകൾ കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ അവരുടെ പേഴ്സണൽ ലൈഫിലേക്കൊന്നും കയറുന്നില്ല. അവർ പറഞ്ഞ പോലെ തന്നെ അതിന് എനിക്കൊരു അവകാശമില്ല. ഇൻഡിറ്റോകളുടെ ഐഡൻറ്റിറ്റി ഒന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. കാരണം ഒരാൾക്ക് താല്പര്യമില്ലാതെ അയാളുടെ മുഖം ഞാനെടുത്ത് കാണിക്കുന്നത് ശരിയല്ല എന്നുള്ള ബോധം എനിക്കുള്ളത് കൊണ്ട് ഇൻഡിറ്റോകൾ ആരെന്ന് ഞാൻ പറയുന്നില്ല. വേണ്ടിയവർ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണാം. അതുവരെ ബൈ.